ഹായ്, എൻ്റെ പേര് ടോം. ഞാൻ പാലാ ബ്രില്യൻറ്റില് Q4 ബാച്ചിലുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇഫ് യു സ്വെറ്റ് ആൻഡ് പീസ് യു വോണ്ട് ബ്ലീഡ് ആൻഡ് വാർ, ആൻഡ് ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് ബ്രില്യൻ വാസ് ഡൂയിങ്. എനിക്ക് ഇത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിന് എത്ര മാക്സിമം വർക്ക് കൺവേർട്ട് ചെയ്യാവോ അത് തന്നെയാണ് ബ്രില്യൻ്റ് ചെയ്തോണ്ടിരുന്നത്. എനിക്കും അറിയത്തില്ലായിരുന്നു എനിക്ക് ഇത്രയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചേർന്ന മുമ്പ് തന്നെ അവിടെ ചേർന്നപ്പോഴാണ് ഇങ്ങനെ വർക്ക് ചെയ്ത് എല്ലാം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ എല്ലാം യൂസ്ഫുൾ ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കാറ്റലിസ്റ്റ് ആയിരുന്നു ബ്രില്യന്റ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്, ബട്ട് I felt like I was at my peak level when I was studying. Got everything under control, including the hostel, food, transportation, everything was pakka perfect. ഇത്രയ്ക്ക് വെൽ മാനേജ്ഡ് ഓർഗനൈസേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സ്ഥാപനത്തിൽ. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ബസ് ഇങ്ങനെ കൃത്യസമയത്തായിട്ട് വരും. ഹോസ്റ്റലാണെങ്കിൽ നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു, സൈലൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു ആ ഹോസ്റ്റലിൽ ഇരിക്കുന്നത്. അപ്പൊ വേറൊരു ശല്യത്തിനെ കുറിച്ച് ബോധറിയുള്ള ആവശ്യമില്ല. ജസ്റ്റ് എന്താ ചെയ്യാ, ബുക്ക് എടുക്കുക, ഒരു ടേബിളിൽ ഇരിക്കുക, പഠിക്കാൻ തുടങ്ങാം. ദാറ്റ്സ് ഇറ്റ്. നല്ല സുഖമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രില്യന്റ് റെഫറൻസ് ഹോളിൽ ഇരിക്കായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ഒരു വൈഡ് അറേ ഓഫ് ബുക്സ് ഉണ്ട് which you can take at any time and you can refer that, and if you didn't like that book you can take another book and അതും കൂടി റെഫർ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ആസ്പെക്ട് ഓഫ് ബ്രില്യന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനോർമസ് amount of knowledge and ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ, ഒരു ടോപ്പിക് ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ സെയിം ടോപ്പിക് വേറെ ബുക്കിൽ വായിക്കുകയാണെങ്കിൽ ആ 2 different വ്യൂ പോയിന്റ്സ് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് when it comes to solving problems, and that really helped me a lot even when it came to exam. The teachers in Brilliant, എനിക്ക് അവിടെ വെച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാം ചാപ്റ്റർ ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. For every single chapter there was one teacher, and they have such a quantum of expertise and such a brilliant way of conveying this information to the students that എനിക്ക് ഒരു ടോപ്പിക് മനസ്സിലാവാതെ പോയിട്ടില്ല. ഞാൻ ഇത്രയ്ക്കൊരു ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. ബിക്കോസ് they were such talented professors, and not only that, they were there for you all the time you were present in Brilliant. അവിടെ സ്റ്റാഫ് റൂമിൽ എല്ലാ പ്രാവശ്യം പ്രൊഫസേഴ്സ് ഇരിക്കും, and you could go to them any time doubt clear ചെയ്യാൻ. and അവർ ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ ഒരു മടിയില്ലാതെ എല്ലാം വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. and അങ്ങനെ എനിക്ക് കുറെ കോൺസെപ്റ്റ്സ് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. It was indeed an honor and privilege for me to be taught by such teachers, because they are not just teachers in Brilliant, they are the best teachers in Kerala. In the end, it's the struggles that count. ആ ഒരു സ്ട്രഗിളിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ആ ഒരു എൻഡ് ഗോൾ, ഞങ്ങളെ എൻഡ് കോളേജിൽ നമ്മൾ എത്തുന്നത്. ആൻഡ് Brilliant has done a great job in making us sweat buckets, so hats off to Brilliant. എനിക്ക് വളരെ നന്ദിയുണ്ട്. And I don't think I would have made it this far without you. Not just Brilliant professors, the entire Brilliant staff, even down to the cleaning staff ആണെങ്കിലും everyone was supportive in their own way, and everyone helped me in their own way. And I am words cannot express my gratitude towards their support. And so I would like to wish the students of the coming year best of luck, and I hope you can do the very best for the next NEET exam. Thank you. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.